ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. പരിശോധന നദിക്ക് നടുവിൽ രൂപപ്പെട്ട മൺകൂനയ്ക്ക് സമീപം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധർ 3 തവണ തെരച്ചിൽ നടത്തി. ദൌത്യത്തിൽ ദേഹത്ത് കെട്ടിയ വടം പൊട്ടി മാൽപ്പെ ഒഴുക്കിൽപ്പെട്ടു. 100 മീറ്റർ അകലിൽ നിന്ന് മാൽപ്പയെ രക്ഷപ്പെടുത്തി. മാൽപ്പെ വീണ്ടും തെരച്ചിലിനായി പുഴയിലേക്ക്. ഷിരൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ അതൃപ്തി അറിയിച്ച കേരള സർക്കാർ ദൌത്യത്തിൽ പൂർണ്ണ തൃപ്തിയില്ല. രാജ്യത്തെ മികച്ച സംവിധാനങ്ങൾ എത്തിക്കാൻ നടപടി വേണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാനം അയച്ച കത്തിനും മറുപടി ലഭിച്ചില്ലെന്നും മന്ത്രിമാർ. ദൌത്യഭൂമിയിൽ എത്തണമെന്ന അർജുന്റെ കുടുംബാംഗങ്ങളുടെ ആവശ്യം നിരാകരിക്കില്ലെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. ദുരന്തഭൂമിയിലേക്ക് എത്തിയാൽ തടയില്ലെന്നും സൈബർ ആക്രമണത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. അർജുന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് MK രാഘവൻ MP. നിലവിൽ ഷിരൂരിൽ തുടരുന്ന ദൌത്യത്തിൽ കുടുംബം തൃപ്തരെന്നും MP. വലപ്പാട് സാമ്പത്തിക തട്ടിപ്പിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്. സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തറിഞ്ഞത് മൈക്രോ സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്ന്. തട്ടിപ്പ് നടത്തിയത് സ്ഥാപനത്തിന്റെ പേഴ്സണൽ ലോൺ പലിശയിലെ തുക വകമാറ്റി സ്വന്തം അക്കൗണ്ടിലേക്കും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും പണം ട്രാൻസ്ഫർ ചെയ്തു. ധന്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025 ചൊല്ലി കോൺഗ്രസിൽ കലഹം. ഹൈക്കമാൻഡ് നിർദ്ദേശമില്ലാതെ ചുമതല ഏറ്റെടുക്കാനാകില്ലെന്ന് സതീശൻ. പരസ്യ പ്രതികരണത്തിനില്ല. വിമർശിക്കാം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. സംഘടനാപരമായ കാര്യങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും എൻ്റെ നാവിൽ നിന്നുണ്ടാവില്ല. നേതാക്കൾ മിതത്വം പാലിക്കണമെന്ന് ചെന്നിത്തല. ഹൈക്കമാൻഡ് ഇടപെടൽ ആവശ്യമില്ലെന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണെന്നും ചർച്ചയെന്നും കെ മുരളീധരൻ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ കയറുന്നത്. അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തേണ്ടവർ തിരുത്തും. അപ്പോൾ അത് ഒരു കുറ്റമല്ല. അനുനയ നീക്കവുമായി KC വേണുഗോപാൽ. പരസ്യങ്ങളും ആശയക്കുഴപ്പവും ഉണ്ടായാൽ അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. സതീശനും സുധാകരനും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും യോജിച്ചാണ് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനമാണ് പുറത്തു വരുന്നത്. കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ അപകടം. നടന്മാരായ അർജുൻ അശോകൻ, സംഗീത് പ്രതാപ് എന്നിവരുൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ചേസിംഗ് ചിത്രീകരിക്കുന്നതിനിടെ കാറ് തലകീഴായി മറിഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ഇടുക്കി LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് KK ശിവരാമനെ നീക്കി. തീരുമാനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേത്. ശിവരാമന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ മുന്നണിക്ക് ദോഷം ചെയ്തെന്ന വിലയിരുത്തൽ. തനിക്കെതിരെ ആരും പരാതി നൽകിയതായി അറിയില്ലെന്ന് KK ശിവരാമൻ. സ്ഥാനത്ത് നിന്ന് നീക്കിയത് പാർട്ടിയുടെ പൊതുവായ തീരുമാനമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ സൈനികരും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു. 4 സൈനികർക്ക് പരിക്ക്. ഏറ്റുമുട്ടലിൽ ഒരു പാക് ഭീകരനെ വധിച്ചതായി സൈന്യം. നീതി ആയോഗ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തെന്ന മമതാ ബാനർജി. അപമാനിക്കപ്പെട്ടതുകൊണ്ടാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും മമത. ഡൽഹിയിൽ യോഗം പൂർത്തിയായി.
ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീ പിടിച്ചു. അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ബസ്സിനാണ് തീ പിടിച്ചത്. ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കിയതിനാൽ വൻ അപകടം ഒഴിവായി. കൻവാർ തീർത്ഥാടകർ കടന്നുപോകുന്ന പാതയിലെ മസ്ജിദ് ഷീറ്റിട്ട് മൂടി. ജില്ലാ ഭരണകൂടം കെട്ടിമറിച്ചത് ഹരിദ്വാറിലെ പള്ളി. വിവാദമായതോടെ മറ നീക്കിയ അധികൃതർ. കുണ്ടന്നൂർ തേവര പാലത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി. സംസ്ഥാന പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി മരട് നഗരസഭ മുൻ വൈസ് ചെയർമാൻ. പരാതി ഉയർന്നത് റീടാറിംഗ് നടത്തിയ ഭാഗങ്ങളിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതോടെ. തിരുവനന്തപുരത്ത് പ്രഭാത സവാരിക്കിറങ്ങിയ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വിഴിഞ്ഞ മുക്കോല സ്വദേശി ഡിബിൻ. അപകടമുണ്ടായത് കല്ലുവെട്ടാംകുഴി ദേശീയപാതയിൽ. ഇന്നോവ കാർ ഇടിച്ചു കയറിയായിരുന്നു അപകടം. വിവാദങ്ങൾക്കിടെ തൊടുപുഴ നഗരസഭാ ചെയർമാൻ രാജിവെച്ചു. സനീഷ് ജോർജിന്റെ നീക്കം LDF അവിശ്വാസം കൊണ്ടുവരാനിരിക്കെ സനീഷ് ചെയർമാനായത് LDF പിന്തുണയോടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പരിഹാരമാകാതെ കൂലിക്കണക്ക്. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കെടുത്ത വാഹനങ്ങളുടെ വാടകയും ആളുകൾക്കുള്ള വേതനവും കൊടുത്തു തീർത്തില്ല. പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ എറണാകുളം കളക്ടറേറ്റ്. നാടിനെ നടുക്കിയ കുമരകം ബോട്ട് ദുരന്തത്തിന് ഇന്നേക്ക് 22 വർഷം. വേമ്പനാട്ടുകായലിൽ പൊലിഞ്ഞത് 29 ജീവനുകൾ. അപകടത്തിൽപ്പെട്ടത് 2002 ജൂലൈ 27-ന് മുഹമ്മയിൽ നിന്നും കുമരകത്തേക്ക് പുറപ്പെട്ട ബോട്ട്. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം ചൈനയ്ക്ക്. 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് വിഭാഗത്തിൽ സ്വർണം നേടി ലീത്തിങ് ഹോഷെങ് സഖ്യം. വെള്ളി മെഡൽ കൊറിയയ്ക്ക്. വെങ്കലം നേടി കസാഖിസ്ഥാൻ. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് നിരാശ. 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് വിഭാഗത്തിൽ ഇന്ത്യൻ ടീം പുറത്ത്. രമിത അർജുൻ സഖ്യം ഫിനിഷ് ചെയ്തത് 6-ാം സ്ഥാനത്ത്. ഇളവേനിൽ സന്ദീപ് സഖ്യം 12-ാമത്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ ടീമിനെ നയിക്കാൻ സൂര്യകുമാർ യാദവ്. അവസരം കാത്ത സഞ്ജു സാംസൺ. മത്സരം വൈകിട്ട് 7-ന്.